പത്തനംതിട്ട അടൂരിൽ പ്രവാസിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. അടൂർ തേപ്പുപാറ സ്വദേശി അനിയൻ ഐസക്കിനെയാണ് വീടിന് പിൻവശത്തെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവരങ്ങളുമായി ഷിജോ കുര്യൻ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നു. ഷിജോ, പ്രവാസിയാണെന്ന് മനസ്സിലാവുന്നു. എപ്പോഴാണ് നാട്ടിലേക്ക് അനിയൻ ഐസക് എത്തിയത്? അസ്വാഭാവികതയുണ്ടോ മരണത്തിൽ? പ്രജിൻ, അസ്വാഭാവികമായിട്ടുള്ള മരണമാണ് എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ആ പ്രദേശത്ത് നിന്ന് ലഭിക്കുന്നത്. കഴിഞ്ഞ ഏതാണ്ട് ഒരു മാസം മുമ്പാണ് അബുദാബിയിൽ ജോലിക്കാരനായിരുന്ന അനിയൻ ഐസക് നാട്ടിലേക്ക് തിരിച്ചു വന്നത്. പത്തനംതിട്ട അടൂര് തേപ്പുപാറ സ്വദേശിയാണ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് അനിയൻ ഐസക്കിനെ ഈ പ്രദേശത്ത് കാണാനില്ലായിരുന്നു എന്നുള്ള കാര്യങ്ങൾ പ്രദേശവാസികൾ പറയുന്നുണ്ട്. ഇന്ന് അതുവഴി പോയ യാത്രക്കാരാണ്, സമീപവാസികളും അതുവഴി പോയ കാൽനട യാത്രക്കാരുമാണ് വീടിന് സമീപത്തെ മുകളിലുള്ള പുരയിടത്തിൽ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ അനിയൻ ഐസക്കിന്റെ മൃതദേഹം കണ്ടത്. മൃതദേഹത്തിന് ഒരു 2 ദിവസത്തെ പഴക്കമുണ്ട് എന്നുള്ള ഒരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും അടൂർ പോലീസ് ഉടൻ സ്ഥലത്തെത്തും. അതിനുശേഷമായിരിക്കും മൃതദേഹം അവിടുന്ന് മാറ്റുന്ന കാര്യങ്ങളടക്കം ചെയ്യുക. പ്രവാസിയായിരുന്നു, അബുദാബിയിൽ വർഷങ്ങളായിട്ട് ജോലി നോക്കുകയായിരുന്നു. അടൂർ ഈ പറയുന്ന തേപ്പുറത്തെ വീട്ടിൽ മറ്റ് ബന്ധുക്കളോ ആരും തന്നെ ഇല്ല. അച്ഛനും അമ്മയൊക്കെ മരിച്ചുപോയതാണ്. അവിവാഹിതനാണ്, 44 വയസ്സുണ്ടായിരുന്നു. മറ്റൊരു സഹോദരൻ അദ്ദേഹവും വിദേശത്താണ്. എന്താണ് മരണകാരണമെന്നറിയില്ല. വീടിന് സമീപത്തെ പുരയിടത്തിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു അനിയൻ ഐസക്കിന്റെ മൃതദേഹം. പ്രജിൻ, ശരി. ഷിജോ കുര്യനാണ് പത്തനംതിട്ടയിൽ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.